ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് പ്രോമിസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോമിസ് എല്ലാവർക്കും അറിയാം. എന്താണ് പ്രോമിസ്? നമ്മളൊരു കാര്യത്തിന് ഉറപ്പ് കൊടുക്കുന്നതിനാണ് പ്രോമിസ് എന്ന് പറയുക. അതായത് നമ്മളത് ചെയ്യും, അതല്ലെങ്കിൽ അത് നടക്കും, അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നിങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അതിന് മാത്രമാണ് നമ്മൾ പ്രോമിസ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റുകളും അതേപോലെ തന്നെ ഓപ്പറേഷനുകളൊക്കെ നടക്കുമ്പോൾ നമുക്കതിന് പ്രോമിസായിട്ട് ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ആൻസർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജാവാസ്ക്രിപ്റ്റ് പ്രോമിസ്. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കാൾ ബാക്ക് ഫംഗ്ഷന് അതേപോലെ തന്നെ കാൾ ബാക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കതിൽ പല ലിമിറ്റേഷനുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഈവൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള സിങ്കണൈസ്ഡ് ഓപ്പറേഷൻസുകളൊക്കെ നമുക്ക് ഈ കാൾ ബാക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരും. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രോമിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ പ്രോമിസ് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് വിധത്തിൽ കാണാം. അതായത് ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം ഒരിക്കലും ഫെയിൽഡ് ആവുകയോ അല്ലെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ തവണ സക്സസ് ആയി വർക്ക് ചെയ്യുകയോ ചെയ്യില്ല. അതായത് ഒരു തവണ മാത്രമേ ഒരു പ്രോമിസിൻ്റെ ഉള്ളിൽ കാര്യം നമുക്ക് വർക്ക് ചെയ്തു വരൂ. അതായത് ഒരിക്കലും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ആ പ്രോഗ്രാം തന്നെ ഒന്നിലധികം ഔട്ട്പുട്ട് വരികയോ ചെയ്യില്ല. കാരണം നമുക്ക് ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രമേ അത് വർക്ക് ചെയ്യൂ. ഓക്കെ, ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വിധത്തിൽ, അതായത് ഒന്നുകിൽ നമുക്ക് സക്സസ്സിൽ നിന്നും ഫെയിലിയറിലേക്കോ അല്ലെങ്കിൽ ഫെയിലിയറിൽ നിന്നും സക്സസ്സിലേക്കോ നമുക്ക് പോകും. അതായത് പ്രോഗ്രാമിൽ ഒന്നുകിൽ നമ്മൾ ഈ പ്രോഗ്രാം ഫെയിൽഡ് ആവും അല്ലെങ്കിൽ ഇത് നമുക്ക് സക്സസ് ആവും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോമിസ് ഉപയോഗിക്കുന്നത്. പ്രോമിസ് പ്രധാനമായിട്ടും അതിൻ്റെ സ്റ്റേറ്റ് വരുന്നത് പെൻഡിങ്, ഫുൾഫില്ലഡ്, റിജക്റ്റഡ്, സെറ്റിൽഡ് എന്നിങ്ങനെയാണ്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ പ്രോഗ്രാമിൽ റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുൾഫൈൽഡ് ചെയ്യാനോ വേണ്ടി കാത്തു നിൽക്കുന്നതിനാണ് നമ്മൾ പെൻഡിങ് എന്ന സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഫുൾഫില്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആക്ഷന് നമുക്കത് നമ്മുടെ പ്രോമിസിൽ എന്തെങ്കിലും ആക്ഷൻ വർക്ക് ചെയ്തത് സക്സസ്ഫുള്ളി ആയിക്കഴിഞ്ഞാൽ മാത്രം കാണുന്ന സ്റ്റേറ്റാണ് ഫുൾഫില്ലഡ്. അതേപോലെ റിജക്റ്റഡ്, നമ്മുടെ പ്രോമിസിൽ എന്തെങ്കിലും ഫെയിൽഡ് വന്നാൽ നമുക്കത് റിജക്റ്റ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും? അത് റിജക്റ്റഡ് എന്ന സ്റ്റേറ്റ് ആയിരിക്കും വരിക. അതേപോലെ സെറ്റിൽഡ്, ഒന്നുകിൽ നമുക്കത് ഫുൾഫിൽ ആവാനോ അല്ലെങ്കിൽ റിജക്റ്റഡോ സാധ്യത ആവാനുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ സെറ്റിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു പ്രോമിസിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രോമിസ് വേണമെന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ പ്രോമിസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ദെൻ എന്നത് വെച്ച് ഇൻവോക്ക് ചെയ്യണം. അതായത് വീണ്ടും നമുക്ക് ദെൻ ഉപയോഗിച്ച് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാമിനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോമിസ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് HTML വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിളിൻ്റെ പേര് p = ന്യൂ വേരിയബിൾ p = ന്യൂ. അതിനുശേഷം നമ്മളിവിടെ വന്ന് പ്രോമിസ് എന്ന കീവേഡ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രോമിസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് ആർഗ്യുമെൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത്തേത് റിസോൾവ്. എന്താണ് റിസോൾവ് എന്നും നമ്മൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു. റിസോൾവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ റിസോൾവ് ഉപയോഗിക്കുന്നത്. അതേപോലെ റിജക്റ്റ്, നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ നമ്മുടെ പ്രോമിസ് റിജക്റ്റ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് എക്സ്. ഇതിൽ നമുക്ക് രണ്ട് നമ്പറിൻ്റെ സമ്മാണ് കാണുന്നത്. അപ്പോൾ 2 + 3 എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈഫ്, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് = 5. അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 5ന് തുല്യമാണെങ്കിൽ നമുക്ക്
റിസോൾവ്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രോമിസും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിസോൾവ് എന്ന മെത്തേഡ് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ റിസോൾവ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സിക്യൂട്ടഡ് ആൻഡ് റിസോൾവ്ഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്കിതിന് മെസ്സേജ് ചേർത്ത് കൊടുക്കാം. സക്സസ്ഫുള്ളി എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി എൽസെ ഇതല്ലെങ്കിൽ, അതായത് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് അതിൻ്റെ എൽസെ പാർട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ എൽസെ എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിജക്റ്റ് ആണെങ്കിൽ എന്താണോ മെസ്സേജ് വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റിജക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് റിജക്റ്റഡ് എന്നാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് സംഭവിക്കണം, അതായത് പ്രോമിസ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പി എന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ വന്ന് പി, അതായത് നമ്മുടെ വേരിയബിളിൻ്റെ പേരാണ് പി ഡോട്ട് ദെൻ, എന്നിട്ട് എന്ത് സംഭവിക്കണം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷന് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലൊരു ആർഗ്യുമെൻ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രം റിസോൾവ്, അതായത് റിസോൾവ് എന്ന് നമുക്ക് കിട്ടുന്നതാണ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. റിസോൾവ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് പ്രോമിസ് എന്ന് ചേർത്ത് കൊടുത്തു. പ്രോമിസീസ്, എന്നിട്ട് എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മെസ്സേജ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രം റിസോൾവ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ദെൻ എന്ന് പറഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്യാച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാച്ച് എന്ന് ചേർത്തു. ദെൻ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്കതങ്ങനെ പോവാം. ഓക്കെ, ഇനി ഫോം റിജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷന് ചേർത്ത് കൊടുക്കാം. ഫംഗ്ഷൻ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോം റിജക്റ്റഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. അതിനുശേഷം നമുക്ക് പ്രോമിസ്, അതായത് നമ്മുടെ പ്രോമിസിന് എന്ത് സംഭവിക്കണം, റിജക്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പ്ലസ് എന്നിട്ട് ഫോം റിജക്റ്റ് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഫ്രം റിജക്റ്റഡ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ ലൈവ് സർവർ വെച്ചിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് സർവർ വെച്ച് റൺ ചെയ്യാൻ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് ഓപ്പൺ വിത്ത് ലൈവ് സർവർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രോമിസീസ് എക്സിക്യൂട്ടഡ് ആൻഡ് റിസോൾവ്ഡ് സക്സസ്ഫുള്ളി എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതിൽ റിസോൾവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രോഗ്രാം എല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്കതിന് എന്ത് ഔട്ട്പുട്ട് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിസോൾവ്ഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിന് നമുക്ക് മെസ്സേജായിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിജക്റ്റഡ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ ഇത് രണ്ടും ആർഗ്യുമെൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തത് ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ഈ ഒന്നാമത്തെ ഫംഗ്ഷനും രണ്ടാമത്തതാണ് വർക്ക് ചെയ്യുന്നതിൽ രണ്ടാമത്തെ ഫംഗ്ഷനും ആയിരിക്കും നമുക്ക് കോൾ ചെയ്ത് വരിക. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് പ്രോമിസ് എന്ന് നോക്കാം. അതായത് നമുക്ക് അസിങ്കണൈസേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഈസിലി ആയിട്ട് ഈവൻ ഹാൻഡ്ലിങ്, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ കോഡ് റീഡബിലിറ്റി, അതായത് കോഡിൻ്റെ ഉള്ളിലെ എററുകളൊക്കെ നമുക്ക് കണ്ടെത്തി അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എറർ ആൻഡ് ക്യാച്ച് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.